കുട്ടികളെ, ആരെങ്കിലും നിങ്ങൾക്ക് ചോക്ലേറ്റ് തന്ന് നിങ്ങളുടെ ശരീരത്ത് കൈവച്ചാൽ അവരോട് നോ പറയാൻ നിങ്ങൾ ശീലിക്കണം. പ്രൈവറ്റ് പാർട്ടികളിൽ കൈവയ്ക്കാൻ ആരെയും അനുവദിക്കരുത്. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ ഉടനെ തന്നെ രക്ഷിതാക്കളോടോ അധ്യാപകരോടോ പറയണം. ചെസ്റ്റിൽ, അതായത് നെഞ്ചിൽ, അവിടെ ആര് കൈവച്ചാലും മാതാപിതാക്കളെ അറിയിക്കണം. ഈ പിൻഭാഗം, ബാക്ക്, അവിടെ തൊട്ടാലും മാതാപിതാക്കളെ അറിയിക്കണം. ബിറ്റ്വീൻ ദ ലെഗ്സ്, രണ്ട് കാലുകൾക്കുമിടയിൽ, അവിടെ കൈവയ്ക്കാൻ ആരെയും ഒരു കാരണവശാലും അനുവദിക്കരുത്. ഉടനെ അത് മാതാപിതാക്കളെ അറിയിക്കണം. കുട്ടികളെ, ഞാൻ ഒരിക്കൽ കൂടി പറയാ, ഈ 3 സ്ഥാനങ്ങളിൽ കൈവയ്ക്കുന്നത് അത് നിങ്ങളുടെ കൂട്ടുകാരാണെങ്കിലും നിങ്ങളുടെ അധ്യാപകരാണെങ്കിലും അടുത്ത വീട്ടിലെ അങ്കിളാണെങ്കിലും അമ്മാവനാണെങ്കിലും മുത്തച്ഛനാണെങ്കിലും ചേട്ടനാണെങ്കിലും അനിയനാണെങ്കിലും അതേപോലെ നിങ്ങളുടെ അച്ഛനാണെങ്കിൽ പോലും അമ്മയോട് പറയണം. അമ്മ വെറുതെ വിടില്ല, ഒരിക്കലും വിടില്ല. നമ്മൾ കാട്ടിലേക്ക് ചെല്ലുമ്പോ അവിടെ പുലിയുണ്ട്, കടുവയുണ്ട് എന്നുള്ള മുന്നറിയിപ്പ് ബോർഡ് വെച്ചിട്ടുണ്ടാവും. ഇവിടെ ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളുണ്ടാവും, അവരെ സംരക്ഷിക്കുന്നവരും ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണം. മൃഗങ്ങൾ എത്ര ശ്രമിച്ചാലും മനുഷ്യനാകില്ല. പക്ഷെ മനുഷ്യന് മൃഗമായിട്ട് മാറാൻ ഏതാനും നിമിഷങ്ങൾ മാത്രം മതി. നീചന്മാര്. അമ്മമാരെ, കുട്ടികളെ വളർത്തേണ്ടത് പേടിയോടെയല്ല. ബാഗിൽ പെപ്പർ സ്പ്രേ വെച്ചതുകൊണ്ടോ പേടി മാറാൻ ചരട് ജപിച്ച് കെട്ടുന്നതുകൊണ്ടോ കാര്യമില്ല. ദേഹത്ത് തൊടുന്നവന്റെ കൈ വെട്ടാൻ ശീലിപ്പിക്കണം. അങ്ങനെ വളർത്തണം. സിംഹക്കുട്ടികളായി വളർത്ത്, സിംഹക്കുട്ടികളായി വളർത്ത്, സിംഹക്കുട്ടികളായി വളർത്ത്, സിംഹക്കുട്ടികളായി വളർത്ത്. കാലം എത്ര മാറിയാലും പെൺകുട്ടികൾ അബലകളാണെന്ന് പറഞ്ഞ് അവരെ മാറ്റി നിർത്തും എവിടെയും. ഇങ്ങനെയുള്ള ചെന്നായ്ക്കൾ അവരുടെ അമ്മമാരുടെ പ്രസവ വേദന കണ്ടിട്ടില്ല. അത് കണ്ടെങ്കിൽ മനസ്സിലായനെ അവരുടെ കരുത്തെന്താണെന്ന്.